ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനം. നിരവധി ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. 60ഓളം പേരെ കാണാതായി എന്നാണ് വിവരം. രക്ഷാദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം ചില ദൃശ്യങ്ങൾ കാണാം. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ മേഘവിസ്ഫോടനം, അതിനെ തുടർന്ന് നിരവധി ഗ്രാമങ്ങളിൽ വലിയ അപകടം ഉണ്ടായിട്ടുണ്ട്. 60ഓളം പേരെ കാണാതായി എന്നുള്ളതാണ് വിവരം. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ അത് വല്ലാതെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. എന്താണ് സംഭവിച്ചത്? രക്ഷാദൗത്യം എങ്ങനെയാണ്? പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അച്യുതൻ? ശ്രീജിത്ത്, ഉത്തരകാശിയിൽ ഉണ്ടായിരിക്കുന്ന ഈ മേഘവിസ്ഫോടനത്തിന്റെ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ അത് ഏറെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായാണ് ഒരു മിന്നൽ പ്രളയം ഇപ്പോൾ ഉത്തരകാശിയിൽ ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഒഴുകി എത്തുന്ന നദി അത് ആ സമീപത്തെ ഗ്രാമങ്ങളെ ആകെ ബാധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രളയം ഉണ്ടായിരിക്കുന്നത്. നിരവധി വീടുകളാണ് ഈ ഒഴുക്കിൽപ്പെട്ട പോയത് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഏതാണ്ട് 60ഓളം ആളുകളെ കാണാതെയായി എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ രക്ഷാപ്രവർത്തന സംഘം ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട്. നിരവധി വീടുകളെ ബാധിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ ആ ജനങ്ങൾ, അവിടുത്തെ പ്രദേശവാസികൾ ഈ ഭയപ്പെട്ടുകൊണ്ട് അവർ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് ഉത്തരകാശിയിൽ ഈ ഒരു മേഘവിസ്ഫോടനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ ശക്തമായ മഴ ഉത്തരാഖണ്ഡിന്റെ വിവിധ ഇടങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ വരെ ഓറഞ്ച് അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. ഇതുവരെയുള്ള കാലവർഷക്കെടുതിയിൽ നിരവധി മരണങ്ങളും ഉത്തരാഖണ്ഡിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഒരു വലിയ മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നിരവധി ആളുകളെയും ഗ്രാമങ്ങളെയും ബാധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മിന്നൽ പ്രളയം ഉത്തരകാശിയിൽ ഉണ്ടായിരിക്കുന്നത്. വലിയൊരു ഒഴുക്ക്, നദിയുടെ ഒരു ഒഴുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ വീടുകൾ തകരുന്നതും ഈ ദൃശ്യങ്ങൾ, നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ കുത്തൊഴുകി എത്തിയ വെള്ളം, ജലം അവിടുത്തെ സമീപത്തെ വീടുകളെ ആകെ തകർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 60ഓളം ആളുകളെ കാണാതെയായിട്ടുണ്ട് എന്നതാണ് പുറത്തു വരുന്നത്. രക്ഷാപ്രവർത്തനം അവിടെ ഇപ്പോൾ ആരംഭിച്ചതായുള്ള സൂചനകളും വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. NDRFന്റെയും SDRFന്റെയും സംഘം ഇവിടെ എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്നതാണ് ലഭിക്കുന്ന വിവരം. നിരവധി ആളുകളെ കാണാതെയായതായാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ. വീടുകൾ തകരുന്നതും നിരവധി ഗ്രാമങ്ങളെ ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു മിന്നൽ പ്രളയം ഉത്തരകാശിയിൽ ഉണ്ടായിരിക്കുന്നത്. രജിത്ത്, അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലാണ് ആ ദൃശ്യങ്ങൾ. ഒരുപാട് വീടുകൾ, കെട്ടിടങ്ങൾ ഒക്കെ ഒഴുകിപ്പോയിട്ടുണ്ട്. 60ലധികം പേരെ കാണാനില്ല എന്നുള്ളതാണ് പ്രാഥമികമായുള്ള വിവരശേഖരണത്തിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്. ഒരുപാട് പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. അവിടെ രക്ഷാദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. SDRFന്റെയും NDRFന്റെയും ഒക്കെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്ന ദൃശ്യങ്ങളാണത്. ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക്. വലിയ കെട്ടിടങ്ങളൊക്കെ നിലംപൊത്തിയിട്ടുണ്ട്. വ്യാപാര കേന്ദ്രങ്ങളൊക്കെ നിലംപൊത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നിന്നുള്ള മേഘവിസ്ഫോടനത്തിന് നടുക്കുന്ന ദൃശ്യങ്ങളാണത്. നിരവധി ഗ്രാമങ്ങൾ ഒലിച്ചുപോയിരിക്കുന്നു. 60ലധികം പേരെ കാണാതായി എന്ന് പ്രാഥമിക വിവരം പുറത്തുവരുന്നു. രക്ഷാദൗത്യം അതിവേഗത്തിൽ ആ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.